ജുവിന ഓ ഞാൻ പുതിയ കമ്മൽ വാങ്ങി. എങ്ങനെയുണ്ട്? ഞാൻ പുതിയ ഫോൺ വാങ്ങി. ആഹാ, എന്നിട്ട് പിന്നെ ഈ രണ്ട് ഫോൺ കൊണ്ടെടുക്കുന്ന എന്തിനാ? പഴയതും പുതിയതും. അപ്പൊ വാട്സപ്പ് ചാറ്റ് ഒക്കെ പഴയതിലല്ലേ? വാട്സപ്പ് ചാറ്റ് പുതിയതിൽ ഉപയോഗിക്കാലോ. പഴയ ഫോണിലുള്ള ചാറ്റ് അതുപോലെ തന്നെ നിനക്ക് പുതിയ ഫോണിൽ ഉപയോഗിക്കാലോ. പിന്നെ ഇതില് ജസ്റ്റ് പുതിയതല്ലേ കിട്ടുള്ളൂ? അല്ല, ആദ്യം തന്നെ പുതിയ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്പർ കൊടുക്കരുത്. നമ്പർ കൊടുക്കാൻ ഓപ്ഷൻ വരുമ്പോൾ നമ്പർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ മുകളിലുള്ള 3 ഡോട്ട്സ് ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് ടു ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടും. വേണ്ട, അത് അവിടെ തന്നെ വെക്കണം, അവിടെ വെച്ചോ. എന്നിട്ട് ഒരു പഴയ ഫോൺ എടുത്തിട്ട് സെറ്റിംഗ്സിൽ ചാറ്റ് ഓപ്ഷനിൽ പോവാം. ചാറ്റ് ഓപ്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ അതിൽ ഒരു ഓപ്ഷൻ കാണും, ട്രാൻസ്ഫർ ചാറ്റ് ടു ഐഫോൺ എന്നുള്ളത് കാണും. ഇതിപ്പോ ഐഫോൺ തന്നെയല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ആൻഡ്രോയിഡ് ആയിരുന്നെങ്കിൽ മൂവ് ചാറ്റ് ടു ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു വരാം. രണ്ടിലും പറ്റും. ഐഫോണിലേക്കാണെങ്കിലും ആൻഡ്രോയിഡിലേക്കാണെങ്കിലും നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ഐഫോൺ വാങ്ങിയിട്ട് ആൻഡ്രോയിഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം, ആൻഡ്രോയിഡ് വാങ്ങിയിട്ട് ഐഫോണിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം.